അപ്പോൾ പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ട് നിന്ന് ഒരു വാർത്ത വരുന്നു. കോഴിക്കോട് വടകരയിൽ വിവാഹ വീട്ടിൽ മോഷണം നടന്നു. മകളുടെ വിവാഹത്തിനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3 പവൻ സ്വർണ്ണമാലയാണ് മോഷണം പോയത്. ഒരു 3-3.25 ലക്ഷം രൂപ വില വരും. പടിക്കൽ താഴെ പ്രകാശന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. രാത്രി ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ തുറക്കം നോക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചാണ് ഇട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് DJ പാർട്ടി തുടങ്ങാൻ നോക്കുന്ന സമയത്താണ് ഞാൻ ഒറ്റക്കാണ് നാട്ടിലുള്ളത്. പിന്നെ ഭക്ഷണം കഴിച്ച് ഇത് അൾമാര തുറന്ന് ഇതിനെന്തോ നോക്കുന്ന സമയത്താണ് ഇത് ചാവി പൊട്ടിച്ചിട്ട് കിടക്കുന്നത്. അത് ഉടനെ തന്നെ എൻ്റെ ഭാര്യനെ പോയി വിളിച്ച് രണ്ടുപേരും നോക്കി. ആ സമയത്ത് ഞാൻ വെച്ച സ്വർണത്തിൽ 1 കുറവാണ്. പിന്നെ ഒരു 3 പവൻ്റെ ചെയിന്. ഇവിടെ DJ പാർട്ടി പരിപാടി ഉണ്ടായിരുന്നു, അത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കുറച്ച് മുമ്പെയാണ് സംഭവം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ബന്ധപ്പെട്ട ആളുകളെല്ലാം വീട്ടിലെ എല്ലാ ഭാഗങ്ങളും ആൾമാരെയും എല്ലാ സാധനങ്ങളും മാർച്ചിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി. ഒന്നും കിട്ടിയിട്ടില്ല. വി എസ് സുജിത്ത് ആഹ്ലാദ നിമിഷങ്ങളായിരുന്നു. പെട്ടെന്ന് ആശങ്കയ്ക്ക് വഴിമാറിയിട്ടുണ്ട്. വീട്ടിൽ 3 പവൻ സ്വർണ്ണമാല എന്ന് പറഞ്ഞാൽ 3-3.25 ലക്ഷം രൂപ വരും. എന്താണ് സംഭവിച്ചത്? അവിടെ CCTV ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? CCTV എന്തെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ? ഡോക്ടർ, CCTV ഒന്നും ലഭ്യമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിൽ ഈ വിവാഹാഘോഷത്തിന്റെ ഭാഗമായി ഒരു DJ പാർട്ടി ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. ആ DJ പാർട്ടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു 11 മണിയോടുകൂടിയാണ് വീട്ടിനകത്ത് മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഈ സ്വർണം അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഗൃഹനാഥൻ ആ അലമാര തുറക്കാൻ വരുമ്പോഴാണ് ഈ പൂട്ട് പൊട്ടിച്ച് അലമാര തുറന്ന നിലയിൽ കണ്ടെത്തിയത്. അത് സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ 3 പവൻ സ്വർണ്ണമാല മാത്രമാണ് നഷ്ടമായിട്ടുള്ളത്. അതിൻ്റെ കീ എന്ന് പറയുന്നത് ഈ ഗൃഹനാഥൻ മറ്റൊരു അലമാരയിൽ വെച്ച് ആ മറ്റൊരു അലമാരയുടെ ചാവി പോക്കറ്റിലിട്ട് നടക്കുന്ന സ്വഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്, ആരും അബദ്ധത്തിൽ പോലും തുറക്കാൻ പാടില്ല എന്ന രീതിയിലാണ് അത് സൂക്ഷിച്ചിരുന്നത്. പക്ഷെ അത് ആ രാത്രിയിൽ അവിടെ ആഘോഷങ്ങൾക്കിടയിൽ അത് പൊട്ടിച്ച് അതിൽ സ്വർണമെടുത്ത് മുങ്ങുകയായിരുന്നു. ഏതായാലും മറ്റ് സ്വർണ്ണങ്ങൾ, അതായത് കൂട്ടത്തിൽ ഈ ഗൃഹനാഥന്റെ വാക്കുകളിൽ തന്നെയുണ്ട് സ്വർണം സൂക്ഷിച്ചിരുന്നതിൽ 3 പവൻ എന്നാണ് പറയുന്നത്. അപ്പം മുഴുവൻ സ്വർണവും എടുത്ത് പോയിട്ടില്ല എന്നുള്ളത് കൂടി അതിനകത്ത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പോലീസ് അപ്പോൾ തന്നെ എത്തി പരിശോധന നടത്തി ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹത്തിനെത്തിയ ആളുകളിൽ ആരെങ്കിലും ആണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. ഈ DJ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഈ സ്വർണം മോഷണം പോയിട്ടുണ്ടാവാൻ സാധ്യതയെന്നാണ് വീട്ടുകാരൻ പറയുന്നത്, അല്ലേ രഞ്ജിത്ത്? അതെ, DJ പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിവാഹ തലേന്ന് നടക്കുന്ന ആഘോഷങ്ങളാണ്. ആ ആഘോഷങ്ങൾക്കിടയിൽ വലിയ ബഹളമായിരിക്കും. ആ ബഹളത്തിനിടയിൽ പലരും വീട്ടിൽ കയറി ഇറങ്ങും. ഇപ്പോൾ നമുക്ക് വീട്ടിലൊരു പ്രൈവസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറി അടച്ചിടാനോ ഒന്നും സാധിക്കാത്ത വിധത്തിൽ എല്ലാ മുറിയിലും എല്ലാ വിരുന്നുകാരും വീട്ടിൽ വന്നു പോകുന്നവരൊക്കെ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ആരെയും അങ്ങനെ പ്രത്യേകിച്ച് സംശയമായി പറയുന്നില്ല എങ്കിൽ കൂടി ആ വിവാഹ വീട്ടിൽ വന്നുപോയ ആരോ ഒരാൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്നാലും ആരായിരിക്കും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക? ഒരു കുടുംബം വളരെ സന്തോഷത്തോടു കൂടി കല്യാണത്തിലേക്ക് പോകുന്ന സമയത്താണ് സ്വർണം വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവുക. വന്ന പരിപാടിക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് DJക്ക് വന്ന് 2 ഡാൻസും ഒക്കെ കഴിച്ച് ഈ സ്വർണം എടുത്തുകൊണ്ട് പോയി. ഇത് ആരായിരിക്കും എന്നുള്ളതാണ്. ബന്ധുക്കളാണോ, സുഹൃത്തുക്കളാണോ? ഇനി ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലാതെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും പരിശോധന നടക്കട്ടെ. പലരുടെയും മൊബൈൽ ഫോണിലേക്ക് പലതും പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ. സൂക്ഷ്മമായിട്ട് എല്ലാവരുടെയും കൂടി മൊബൈൽ ഫോണൊക്കെ എടുത്തു വെച്ച് ഒന്ന് വീഡിയോ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കള്ളനെ പിടി കിട്ടും. എന്തായാലും വല്ലാത്തൊരു വാർത്തയായി പോയി.